ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ ലബോറട്ടറി ഫ്രെയിമിലും അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലും നിന്നുകൊണ്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതുപോലെ അതിൻ്റെ കണക്റ്റിംഗ് ഫോർമുല ഡിറൈവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ ഫിഗർ എ എന്ന് പറയുന്നത് ലബോറട്ടറി ഫ്രെയിമും ഫിഗർ ബി എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുമുള്ള സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഫിഗറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്ത് ഫൈനലി നമുക്ക് ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്, ഇക്വേഷൻ നമ്പർ 9. അതായത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് m1 v1l ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ്. നമുക്കറിയാം ലബോറട്ടറി ഫ്രെയിമിലാണ് സെൻറ്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നത്. ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് വിൽ ബി 0. m1 മാസ് ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ മാസാണ്. v1l എന്ന് പറഞ്ഞാൽ ലബോറട്ടറി ഫ്രെയിമിൽ ബിഫോർ കൊളീഷൻ m1ൻ്റെ വെലോസിറ്റിയാണ് v1l. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടി. നൗ യൂസിങ് ഇക്വേഷൻ 9 ഇൻ ഇക്വേഷൻ 4 വി ഗെറ്റ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 9 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയ സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ്പ്രഷനാണ് നമുക്കറിയാം. ഇതാണ് ഇക്വേഷൻ 9. ഇക്വേഷൻ 9നെ ഇക്വേഷൻ 4ൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ 4 എന്നൊന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ 4 എന്ന് പറയുന്നത് ഓക്കെ, സോ ഹിയർ ഈസ് അവർ ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ 4 എന്ന് പറഞ്ഞാൽ v1l ഈക്വൽ ടു vcm പ്ലസ് v1c ആണ്. v1l ഈക്വൽ ടു vcm പ്ലസ് v1c. ഇക്വേഷൻ 9 എന്ന് പറയുന്നത് vcmന് പകരമുള്ളൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 9നെ ഇക്വേഷൻ 4ലേക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ v1l ഈക്വൽ ടു vcmന് പകരം ഇക്വേഷൻ 9 കിട്ടിയത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് v1c എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, v1l ഈക്വൽ ടു vcmന് പകരം നമ്മൾ ഇക്വേഷൻ 9 കൊടുത്തു, പ്ലസ് v1c. ദിസ് ഇംപ്ലൈസ് v1c എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഈ ടേമിനെ കൂടി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുന്നു. അപ്പോൾ v1c എന്ന് പറയുന്നത് v1l മൈനസ് m1 v1l ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടും. ഈ രണ്ട് ടേമിൽ നിന്നും v1lനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ 1 മൈനസ് m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1l എന്ന് കിട്ടും. അപ്പോൾ v1c എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? v1c ഈസ് ഈക്വൽ ടു ഇവിടെ ഈ എക്സ്പ്രഷൻ നോക്കുക. ഓക്കെ, v1c ഈസ് ഈക്വൽ ടു ഇതാ ഇവിടെ ഈ m1 പ്ലസ് m2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ m1 പ്ലസ് m2 മൈനസ് m1 എന്ന് വരും, എന്ന് വെച്ചാൽ m2. അപ്പോൾ ഇത് m2 ബൈ m1 പ്ലസ് m2 എന്ന് വരും ഈ ടേം. അപ്പോൾ നമുക്ക് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു v1l ആണ് നമ്മുടെ v1c എന്ന് പറയുന്നത്. Now, on the other hand, since the center of mass is at rest in the center of mass frame, center of mass frame-il center of mass rest-ilana. Okay, in the center of mass frame, the total momentum before and after collision are separately 0. അപ്പോൾ നമ്മൾ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലായതുകൊണ്ട് തന്നെ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി 0 ആണ്. അപ്പോൾ ഒരു സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലെ കൊളീഷന് മുമ്പുള്ള ടോട്ടൽ മൊമെൻറ്റവും കൊളീഷന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റവും ഈക്വൽ ടു 0 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു 0 ആണ്, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0 ആണ്, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിലാണെന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അനുസരിച്ച് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷനും ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷനും സെപ്പറേറ്റ്ലി ഈക്വൽ ടു 0 ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം m1ൻ്റെ വെലോസിറ്റി v1c ആണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ, m2ൻ്റെ വെലോസിറ്റി v2c ആണ് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ. അപ്പം ഒരെണ്ണം ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ m2 ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. സോ m1 v1c മൈനസ് m2 v2c ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് m1 v1c മൈനസ് m2 v2c ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം v2c എന്ന് പറയുന്നത് m1 ഡിവൈഡഡ് ബൈ m2 പ്ലസ് v1c ആണെന്ന് പറയാം. അതേ ഫിഗർ വെച്ച് തന്നെ ദ സം ഓഫ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് മൊമെൻറ്റം ഫോർ m1 ആൻഡ് m2 ആഫ്റ്റർ കൊളീഷനും എന്ത് വരും? 0 വരും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ കൊളീഷൻ ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എന്ന് പറയുന്നത് m1 v1c പ്രൈം കോസ് തീറ്റ പ്ലസ് m2 v2c പ്രൈം കോസ് പൈ മൈനസ് തീറ്റ ഈക്വൽ ടു 0. ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മൾ ആ ഫിഗർ നോക്കിയാൽ മതി. നമ്മൾ ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലാണ്.
ഇവിടെ നമ്മൾ പറഞ്ഞത് ബിഫോർ കൊളീഷൻ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ m1v1c, ഇത് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട് -m2v2c ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. ഇനി ആഫ്റ്റർ കൊളീഷൻ വരുമ്പം v1c പ്രൈം ആണ് വെലോസിറ്റി m1ൻ്റെ. അപ്പോൾ m1v1c അതിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ കോസ് തീറ്റ. അപ്പോൾ m1v1c കോസ് തീറ്റ. ഇനി v2c m2v2c പ്രൈമിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ m2v2c ഇൻറ്റു കോസ് പൈ മൈനസ് തീറ്റ വരും. കാരണം ഈ ആംഗിൾ പൈ മൈനസ് തീറ്റ ആണെങ്കിൽ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കോസ് പൈ മൈനസ് തീറ്റ ആയിരിക്കും. അത് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് ആ എക്സ്പ്രഷനിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, m1v1c കോസ് തീറ്റ പ്ലസ് m2v2c കോസ് പൈ മൈനസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമുക്ക് കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഈ കോസ് പൈ മൈനസ് തീറ്റയ്ക്ക് പകരം മൈനസ് കോസ് തീറ്റ എന്ന് കൊടുത്താൽ m1v1c കോസ് തീറ്റ മൈനസ് m2v2c കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് വരും. ഇതിനകത്ത് നിന്ന് v2c എന്ന് പറയുന്നത് m1/m2 ഇൻറ്റു v1c എന്ന് കിട്ടും. ഇവിടെ നമുക്ക് v2c എന്ന് പറയുന്നത് m1/m2 v1c എന്നും v2c എന്ന് പറയുന്നത് m1/m2 v1c എന്ന് കിട്ടി. ആദ്യത്തെ ഇക്വേഷൻ 11 രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 12 എന്ന് വിളിച്ചു. Now, in the case of elastic collision, the total kinetic energy conserved ആയിരിക്കും ഇലാസ്റ്റിക് കൊളീഷനിൽ. അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലാണ് നമ്മൾ പറയുന്നത്. സോ ഹാഫ് m1v1c² പ്ലസ് ഹാഫ് m2v2c² ഇസ് ഈക്വൽ ടു ഹാഫ് m1v1c² പ്ലസ് ഹാഫ് m2v2c² ആണെന്ന് പറയാം. സോ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതെങ്ങനെ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ v2c എന്ന് പറയുന്നത് m1/m2 v1c ആണെന്നും v2c എന്ന് പറയുന്നത് m1/m2 v1c ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, v2cയും v2c. അപ്പോൾ ഈ ഇക്വേഷൻ 11ലും ഇക്വേഷൻ 12ലും കൊടുത്തിരിക്കുന്ന v2cയും v2c കൂടി ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഈ v2cക്ക് പകരമായ എക്സ്പ്രഷൻ കൊടുക്കുക, ഇവിടുത്തെ v2c പകരം എക്സ്പ്രഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. v1c ഈക്വൽ ടു v1c ആണെന്ന് കിട്ടും. v1c ഈക്വൽ ടു v1c ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ നോക്കിയേ, ഇവിടെ ഹാഫ് m1v1c², ഇവിടെ ഹാഫ് m1v1c². അപ്പോൾ v1cയും v1c സെയിം ആണെങ്കിൽ ഈ രണ്ട് ടേമിനെയും നമുക്ക് ക്യാൻസലാക്കി കളയാം. അപ്പോൾ പിന്നെ ബാക്കി വരുന്ന ഹാഫ് m2v2c² ഈക്വൽ ടു ഹാഫ് m2v2c² എന്ന് വരും. അങ്ങനെ വന്നാൽ അതിനകത്ത് നിന്ന് v2c ഈക്വൽ ടു v2c ആണെന്ന് എഴുതാം. അപ്പം നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് v2cക്കും പറഞ്ഞ v2c പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ v1c ഈക്വൽ ടു v1c ആണെന്ന് കിട്ടും. അതിനെ ഈ എക്സ്പ്രഷനിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് വീണ്ടും v2c ഈക്വൽ ടു v2c ആണെന്ന് കിട്ടും. അതിന് നമ്മുടെ ഇക്വേഷൻ 13 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, v1c എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലുള്ള m1ൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷനാണ്. v1c എന്ന് പറഞ്ഞാൽ m1ൻ്റെ വെലോസിറ്റി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ ബിഫോർ കൊളീഷനാണ്. അപ്പം ബിഫോർ കൊളീഷൻ m1ൻ്റെ വെലോസിറ്റിയും ആഫ്റ്റർ കൊളീഷൻ m1ൻ്റെ വെലോസിറ്റിയും സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ സെയിം ആണെന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇത് m2ൻ്റെ വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമാണ്. ഇത് m2ൻ്റെ വെലോസിറ്റി ബിഫോർ കൊളീഷൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിലാണ്. എന്ന് വെച്ചാൽ m2ൻ്റെ വെലോസിറ്റി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ ഇൻ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം സെയിം ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്. Thus, in the case of elastic collision, in center of mass frame, there is no change in velocities of the particle after collision. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. കൊളീഷൻ ഇലാസ്റ്റിക് ആണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിമിൽ പാർട്ടിക്കിളുടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. സോ യൂസിങ് ദ എബവ് റിസൾട്ട് ഇൻ ഇക്വേഷൻ 10 വി ഗെറ്റ്. ഓക്കെ, അതായത് നമുക്ക് മുകളിൽ കിട്ടിയ റിസൾട്ടിന് ഇക്വേഷൻ 10 എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 10? ഇതാണ് ഇക്വേഷൻ നമ്പർ 10. ഇക്വേഷൻ 10 എന്ന് പറഞ്ഞാൽ v1c ഈക്വൽ ടു m2/m1 പ്ലസ് m2 v1l എന്നാണ്. ഓക്കെ, v1c ഈക്വൽ ടു m2/m1 പ്ലസ് m2 v1l. അപ്പോൾ നമ്മൾ മുകളിൽ കിട്ടിയത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ എങ്ങനെയായിട്ട് മാറും നോക്കിയേ. v1cക്ക് പകരം, അതായത് ഇക്വേഷൻ 10ലുള്ള v1cക്ക് പകരം ഞാൻ v1c എന്ന് കൊടുത്തു. കാരണം v1cയും v1c സെയിം ആണെന്ന് നമുക്കിപ്പോൾ കിട്ടി. ആ ഒറ്റ മോഡിഫിക്കേഷനെ വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് v1c എന്ന് പറയുന്നത് m2/m1 പ്ലസ് m2 v1l ആണെന്ന് കിട്ടും. ഡിവൈഡിങ് ഇക്വേഷൻ 9 ബൈ ഇക്വേഷൻ 14. ഇക്വേഷൻ 9 ഇക്വേഷൻ 14 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 9 എന്ന് പറയുന്നത് vcm ഈക്വൽ ടു m1 v1l ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്നുള്ളതായിരുന്നു ഇക്വേഷൻ 9. അതായത് ഇക്വേഷൻ 9 എന്ന് പറയുന്നത് vcm ഈക്വൽ ടു m1 v1l ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2.
അപ്പം ഇക്വേഷൻ 9 ഇക്വേഷൻ 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വി സി എം ഉണ്ട് ഡിവൈഡഡ് ബൈ വി വൺ സി പ്രൈം. അപ്പോൾ വി സി എം ഡിവൈഡഡ് ബൈ വി വൺ സി പ്രൈം ഈക്വൽ ടു വി സി എമ്മിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഇത് ഡിവൈഡഡ് ബൈ ദിസ് ടേം എന്ന് വെച്ചാൽ ഇൻ ടു മുകളിലേക്ക് വരും, റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഇസ് M1 പ്ലസ് M2 ഡിവൈഡഡ് ബൈ M2 V1L എന്ന് കിട്ടും. നൗ ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾക്ക് ഈ M1 പ്ലസ് M2 ഈ M1 പ്ലസ് M2 ക്യാൻസൽ ആവും, V1L-ഉം V1L-ഉം ക്യാൻസൽ ആവും, ബാക്കി M1 ബൈ M2 വരും. അപ്പോൾ വി സി എം ഡിവൈഡഡ് ബൈ V1 C പ്രൈം എന്ന് പറയുന്നത് M1 ബൈ M2 ആണെന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 15. നൗ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 15 ഇൻ ഇക്വേഷൻ 8. ഇക്വേഷൻ 15 ഇക്വേഷൻ 8 കൊടുക്കുക. ഇക്വേഷൻ 15 ഇതാണ് വി സി എം ബൈ V1 C പ്രൈം M1 ബൈ M2 എന്നുള്ളതാണ്. അതിനെ ഇക്വേഷൻ 8 കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ 8 എന്തായിരുന്നു നോക്കാം. ഇതാണ് ഇക്വേഷൻ 8. ഇതാ ഇവിടെ ഒരു വി സി എം ബൈ V1 C പ്രൈം ഉണ്ട്. ഇതിന് പകരം എന്ത് കൊടുത്താൽ മതി? M1 ബൈ M2 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ 1 ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ M1 ബൈ M2 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടും. അതാണ് നമുക്കിവിടെ കിട്ടുന്ന എക്സ്പ്രഷൻ. ഇത് ടാൻ തീറ്റ 1 ഈക്വൽ ടു സൈൻ തീറ്റ ബൈ M1 ബൈ M2 പ്ലസ് കോസ് തീറ്റ എന്ന് കിട്ടി. ഇനി നമുക്ക് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 1, നമ്മൾ സാധാരണ ഒരു ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻ എടുക്കണം. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 1 എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റ 1 ആണ്. അങ്ങനെയാണെങ്കിൽ സീക്ക് തീറ്റ 1 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. സീക്ക് തീറ്റ 1ൻ്റെ റെസിപ്രോക്കലാണ് കോസ് തീറ്റ 1. അപ്പോൾ കോസ് തീറ്റ 1 എന്ന് പറഞ്ഞാൽ 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. യൂസിങ് സിമ്പിൾ ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻ കോസ് തീറ്റ 1 എന്ന് പറയുന്നത് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഇവിടെ ടാൻ തീറ്റ 1 എന്താണെന്നുണ്ട്. ഈ എക്സ്പ്രഷനെ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ 1 എന്ന് പറയുന്നത് 1 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ M1 ബൈ M2 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ടോട്ടൽ M1 പ്ലസ് M2 കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തു. നോ ഈ താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇത് സ്ക്വയർ ടേം ആണ്, റൂട്ടിനകത്താണ്. ഇത് രണ്ടും ഒഴിവാക്കി ഇതിനെ ന്യൂമറേറ്ററിലേക്ക് എടുത്താൽ M1 ബൈ M2 പ്ലസ് കോസ് തീറ്റ വരും ഡിവൈഡഡ് ബൈ താഴെ സ്ക്വയർ റൂട്ട് ഓഫ് M1 ബൈ M2 പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അതാണ് നമ്മുടെ കോസ് തീറ്റ 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോസ് തീറ്റ 1 ഇതാണ് എക്സ്പ്രഷൻ. ഞാൻ ഒന്നുകൂടി എടുത്തെഴുതുന്നു. ഈക്വൽ ടു ന്യൂമറേറ്റർ അതുപോലെ എഴുതി, ഡിനോമിനേറ്റർ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ M1 സ്ക്വയർ ബൈ M2 സ്ക്വയർ പ്ലസ് 2AB 2M1 ബൈ M2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആവും നമുക്കറിയാം. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കോസ് തീറ്റ 1 ഈക്വൽ ടു ഇവിടെ ഇത് 1 വന്നു, ബാക്കിയെല്ലാം അതേപോലെ തന്നെ എഴുതി. ഇത് ഇക്വേഷൻ നമ്പർ 17 ആണ്. നൗ അവർ എയിം ഈസ് ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻ ബിറ്റ്വീൻ തീറ്റ 2 ആൻഡ് തീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീറ്റ 1ഉം തീറ്റയും തമ്മിലുള്ള ഒരു റിലേഷൻ കിട്ടി. ഓക്കെ, തീറ്റ 1ഉം തീറ്റയും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇതേപോലെ തീറ്റ 2ഉം തീറ്റയും തമ്മിലുള്ള റിലേഷനാണ് ഇനി നമുക്ക് വേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം V1L പ്രൈം ഈക്വൽ ടു VCM പ്ലസ് V1C പ്രൈം എന്ന് എഴുതിയത്. ഇതേപോലെ സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ കേസിൽ V2L പ്രൈം ഈക്വൽ ടു VCM പ്ലസ് V2C പ്രൈം എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ എക്സ് കമ്പോണൻറ്റ്, ഈ റിലേഷൻ്റെ എക്സ് കമ്പോണൻറ്റ് എന്ത് വരും? V2L പ്രൈം കോസ് തീറ്റ 2. സെക്കൻഡ് പാർട്ടിക്കിളിൻ്റെ കേസിൽ ആംഗിൾ തീറ്റ 2 ആയതുകൊണ്ട് എക്സ് കമ്പോണൻറ്റ് എടുക്കുമ്പോൾ V2L പ്രൈം കോസ് തീറ്റ 2 ഈക്വൽ ടു VCM പ്ലസ് V2C പ്രൈം ഇൻറ്റു കോസ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് വരും. കോസ് പൈ മൈനസ് തീറ്റ മൈനസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഇത് VCM മൈനസ് V2C പ്രൈം കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ അത് ഇക്വേഷൻ നമ്പർ 19. നൗ ഫ്രം ഇക്വേഷൻ 15 വി ഹാവ്, ഇക്വേഷൻ 15ൽ നിന്ന് നമുക്ക് VCM is equal to, ഓക്കെ, ഇക്വേഷൻ 15 എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇതാണ് VCM ബൈ V1C പ്രൈം ഈക്വൽ ടു M1 ബൈ M2 ആണ്. അങ്ങനെയാണെങ്കിൽ VCM എന്ന് പറയുന്നത് M1 ബൈ M2 ഇൻറ്റു V1C പ്രൈം എന്ന് എഴുതും. ഓക്കെ, അപ്പം നമ്മൾ ഫ്രം ഇക്വേഷൻ 15 എനിക്ക് VCM എന്ന് പറയുന്നത് M1 ബൈ M2 V1C പ്രൈം, ജസ്റ്റ് ഇവിടെ കിടന്ന ഡിനോമിനേറ്റർ കിടന്നതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തെന്നുള്ളൂ. അതിനെ നമ്മൾ ഇക്വേഷൻ 20 എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് VCM എന്താണെന്ന് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്? യൂസിങ് ഇക്വേഷൻ 12, ഇക്വേഷൻ 12ൽ നിന്നും V1C പ്രൈം എന്ന് പറയുന്നത് M2 ബൈ M1 V2C പ്രൈമാണ്. ഓക്കെ, V1C പ്രൈം ഈക്വൽ ടു M2 ബൈ M1 V2C പ്രൈമാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 12 ഇത് ഇക്വേഷൻ 12 V2C പ്രൈം എന്ന് പറയുന്നത് M1 ബൈ M2 V1C പ്രൈമാണ്. ഈ എക്സ്പ്രഷനാണ് നമ്മൾ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് ഇക്വേഷൻ 20 നമുക്കുണ്ട്. ഇക്വേഷൻ 12ൽ നിന്ന് നമ്മൾ ഇക്വേഷൻ 21 എടുത്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിൽ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് VCM എന്ന് പറയുന്നത് M1 ബൈ M2 V1C പ്രൈം എന്നാണ്.
അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് V1C'=M2/M1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ 20ൽ നിന്നും 21ൽ നിന്നും കൂടി നമുക്ക് VCM എന്ന് പറയുന്നത് V2C' ആണെന്ന് എഴുതാം. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, V1C'(M2/M1 V2C') അല്ലേ. ഇതിനെ കൊണ്ട് ഇക്വേഷൻ 21നെ കൊണ്ട് ഇക്വേഷൻ 20ലേക്ക് കൊടുക്കുക. M2/M1 V2C' ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ M2/M1 V2C' എന്ന് കൊടുക്കുമ്പോൾ M1/M2 M2/M1 ക്യാൻസൽ ആവും. VCM = V2C' എന്ന് കിട്ടും. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നൗ യൂസിങ് ഇക്വേഷൻ 22 ഇൻ ഇക്വേഷൻ 19, 22നെ 19ലേക്ക് കൊടുക്കുക. 22 എന്ന് പറയുന്നത് VCM എന്ന് പറയുന്നത് V2C' ആണെന്നാണ്. ഓക്കെ, VCM = V2C' ആണെന്നാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഇക്വേഷൻ 19ലേക്ക് കൊടുക്കുക. യൂസിങ് ഇക്വേഷൻ 21 ഇൻ ഇക്വേഷൻ 20 വി ഗെറ്റ് 22. യൂസിങ് ഇക്വേഷൻ 22 ഇൻ 19, ഈ 22നെ കൊണ്ട് 19ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇക്വേഷൻ 19ൽ ഒരു VCM ഉണ്ടാവും. ആ VCMന് പകരം V2C' എന്ന് കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V12' cos θ2 = V2C' × 1 - cos θ എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ എക്സ് കമ്പോണൻ്റ് ആണ് പറഞ്ഞത്. ഇതുപോലെ വൈ കമ്പോണൻ്റ് എടുത്താൽ V12' sin θ2 = V2C' sin π - θ = V2C' sin θ. എന്തിൻ്റെ വൈ കമ്പോണൻ്റ് ആണ്? നമ്മളിവിടെ നേരത്തെ ഒരു ഇത് ഈ എക്സ്പ്രഷൻ്റെ എക്സ് കമ്പോണൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഇനി ഈ എക്സ്പ്രഷൻ്റെ വൈ കമ്പോണൻ്റ് എടുക്കുന്നു. അപ്പോൾ V12' നമുക്ക് സൈൻ കമ്പോണൻ്റ്, ഇവിടെ സൈൻ വരും. സെൻറ്റർ ഓഫ് മാസിൻ്റെ കേസിൽ നമുക്ക് എന്തില്ല, അതിന് സൈൻ കമ്പോണൻ്റ് ഇല്ല. കാരണം സെൻറ്റർ ഓഫ് മാസിന് എന്തേ ഉള്ളൂ, അത് മൂവ് ചെയ്യുന്നത് എപ്പോഴും എക്സ് ഡയറക്ഷൻ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ V12' sin θ2 = V2C' sin π - θ എന്ന് കിട്ടും. sin π - θ എന്ന് പറഞ്ഞാൽ അത് sin θ തന്നെയാണ്. അപ്പോൾ ഇതിനെ V2C' sin θ എന്ന് എഴുതാം. നൗ ഡിവൈഡിങ് ഇക്വേഷൻ 24 by ഇക്വേഷൻ 23. 24നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ tan θ2 = sin θ by 1 - cos θ എന്ന് കിട്ടും. അപ്പോൾ tan θ2 = sin θ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് sin 2θ എന്ന് പറഞ്ഞാൽ 2 sin θ cos θ ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ sin θ എന്ന് പറഞ്ഞാൽ 2 sin θ/2 cos θ/2 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണേ, ചെറിയൊരു പ്രശ്നം. ഇത് θ/2 എന്നാണ്, അല്ലാതെ 2 sin θ ഡിവൈഡഡ് ബൈ 2 എന്നല്ല. 2 sin θ/2, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും. 2 sin θ/2 ഇൻറ്റു cos θ/2, അതാണ് sin θ. നൗ താഴെ 1ന് പകരം എനിക്ക് sin² θ/2 പ്ലസ് cos² θ/2 എന്ന് കൊടുക്കാം. കാരണം sin² θ/2 പ്ലസ് cos² θ/2 1 ആണ്. മൈനസ് cos θയ്ക്ക് പകരം നമുക്കറിയാം cos² θ മൈനസ് sin² θ. ഓക്കെ, ഇവിടെ cos θയ്ക്ക് പകരം cos² θ/2 മൈനസ് sin² θ/2 എന്ന് കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഇങ്ങനെ കൺസിഡർ ചെയ്താലും മതി. 1 മൈനസ് cos θ എന്നുള്ളതിനെ നമുക്ക് sin² θ/2 പ്ലസ് cos² θ/2 മൈനസ് ഓഫ് cos² θ/2 മൈനസ് sin² θ/2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 1ന് പകരം നമ്മൾ എന്ത് കൊടുത്തു, sin² θ/2 പ്ലസ് cos² θ/2 എന്ന് കൊടുത്തു. മൈനസ് cos θയ്ക്ക് പകരം cos² θ/2 മൈനസ് sin² θ/2 എന്ന് കൊടുത്തു. ഇതിനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ 2 sin θ/2 cos θ/2 ഉണ്ട്. താഴെ നമുക്കിതിനെ 2 sin² θ/2 എന്ന് എഴുതാം. കാരണം ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ പ്ലസ് cos² θ/2 മൈനസ് cos² θ/2 ക്യാൻസൽ ആവും. പിന്നെ ഉള്ളത് sin² θ/2 മൈനസ് ഓഫ് മൈനസ് sin² θ/2 എന്ന് പറഞ്ഞാൽ 2 sin² θ/2 എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ആവും. പിന്നെ ഇവിടുത്തെ ഒരു sin θ/2 താഴത്തെ ഒരു sin θ/2 ക്യാൻസൽ ആവും. പിന്നെ ഉള്ളത് ഇവിടെ നമുക്കൊരു cos θ/2 ഡിവൈഡഡ് ബൈ sin θ/2 എന്നാണുള്ളത്. ഓക്കെ, cos θ/2 ബൈ sin θ/2 എന്ന് വെച്ചാൽ tan θ/2. അപ്പോൾ tan θ2 എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ ടു cos ബൈ സൈൻ അല്ലേ, cos ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോട്ട് അല്ലേ, അപ്പോൾ cot θ/2. അപ്പോൾ tan θ2 എന്ന് പറയുന്നത് cot θ/2 ആണെന്ന് കിട്ടും. cot θ/2ന് എനിക്ക് tan ഓഫ് π/2 മൈനസ് θ/2 എന്ന് എഴുതും. അങ്ങനെയാണെങ്കിൽ ഇത് tan ഓഫ് 2 കോമൺ ആയിട്ട് എടുത്താൽ π മൈനസ് θ/2 എന്ന് വെച്ചാൽ θ2 എന്ന് പറയുന്നത് π മൈനസ് θ/2 ആണെന്ന് പറയാം. θ2 = π മൈനസ് θ/2. ഇതാണ് θ2ഉം θയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, സോ ഇതാണ് ഇവിടെ നമ്മളിപ്പം θ1 ഇൻ ടേംസ് ഓഫ് θ പറഞ്ഞു, അതേപോലെ θ2 ഇൻ ടേംസ് ഓഫ് θ നമ്മൾ ഇതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ് ടു ഇക്വേഷൻ 26 വരെ നിങ്ങൾ ഡിറൈവ് ചെയ്യുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.